എൻ്റെ കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? എല്ലാവരും ജോലിയിലൊക്കെ ആയിരിക്കും അല്ലേ? പിന്നെ വേറെന്താണ്, ഞാൻ ഇന്ന് അയല കറി വെക്കുവാണ് കേട്ടോ. അയല പച്ചയ്ക്ക് അരച്ച് വെക്കുവാണ് കേട്ടോ. അയല ഞാൻ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല. ഇന്നലെ അയലയായിരുന്നു, പിന്നെ ഒരു മടുപ്പ് തോന്നി. പിന്നെ എന്തായാലും വേണമല്ലോ കറിയെന്ന് ഓർത്തിട്ട് ചെയ്തതാണ്ടേ. അയല മുഴുവനും ഇടുവാണ്. ചെറിയ അയലയാണ് കേട്ടോ, ചെറിയ അയല. ഇപ്പോൾ രണ്ടായിട്ട് മുറിക്കുമ്പോൾ പിന്നെ ഇത് ചിലപ്പം പിരിന്നു പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് നല്ല പച്ച അയലയല്ല കേട്ടോ. ഞാനിതിലിപ്പം വേറെ ഒന്നും പ്രത്യേകിച്ച് ചേർത്തിട്ടില്ല. ഞാൻ ഒരു ശകലം ഇഞ്ചി, ഒരു ശകലം വെളുത്തുള്ളിയും, അതൊരു പേരിനും വേണ്ടി, പിന്നെ ചുമന്ന ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് ഇത് മൂന്നും കൂടെ അരിഞ്ഞിട്ട് എളുപ്പക്കറിയാണ് ഉണ്ടാക്കിയത്. മുളക് പൊടിയും മല്ലിപ്പൊടി ഇല്ലായിരുന്നു, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ അരച്ചിട്ട് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇതിൽ കൂടെ ഇട്ട് അരച്ചില്ല, ഇതിൽ കൂടെ ഇട്ട് നമ്മുടെ പിഴിയുന്ന പുളിയും കൂടെ ചേർത്ത് തിളച്ചപ്പോൾ ഉപ്പിട്ട് കറിവേപ്പില ഇട്ട് തിളച്ചപ്പം പിന്നെ തിളച്ചതിന് ശേഷം മീനിട്ട്, അത്ര തന്നെ. വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. നല്ല അയലയാണ്, ചെറുതാണെങ്കിലും പക്ഷേ നെയ്യൊന്നും അയലയാണ് കേട്ടോ, നെയ്യ് വെച്ച അയലയാണ് കേട്ടോ. ഇന്നലെ ഇത് തന്നെ വെച്ച്, ഇന്നലെ വറുക്കുകയും ചെയ്തു, ഇന്ന് വറുത്തിട്ടില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് തന്നെ ഈ നെയ്യ് വെക്കുമ്പോഴത്തേക്ക് മീൻ ഇങ്ങനെ വയറ് കൊണ്ട് ഇങ്ങനെ പൊട്ടും, അങ്ങനെ പറ്റിയതായിരിക്കും കേട്ടോ. അവിടെ എണ്ണയൊന്നും ചേർത്തിട്ടേ ഇല്ല, നല്ല നെയ്യ് വെച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്തോ ഒരു പാവയ്ക്ക എടുത്ത് മെഴുക്ക് പുരട്ടി. ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ചുമന്ന ഉള്ളിയും നമ്മുടെ ഒരു വെള്ളക്കാന്താരി ഒരു ശകലം സവാളയും വെള്ളക്കാന്താരി മുളകും കൂടെ അരിഞ്ഞിട്ട് പാവയ്ക്ക കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കറിവേപ്പില ഇട്ട് ഇങ്ങനെ ഒന്ന് ആദ്യം ഞാൻ ഇച്ചിരി വെള്ളം തളിച്ച് വേവിക്കുകയാണ് ചെയ്തത്. വേവിച്ചതിന് ശേഷം ഒരു തുള്ളി എണ്ണ ഒഴിച്ച് ഇങ്ങനെ ഒന്ന് വാറ്റിയെടുത്താണ്. ഇത്ര തന്നെ, ഇന്നും ഒന്നും ചെയ്യുന്നില്ല, അത് മതി. അങ്ങനെ പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ സഹോദരങ്ങളെ, എല്ലാവരും ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യണം. അതായത് ഞാൻ പ്രത്യേകിച്ച് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതൊന്നും ചെയ്യുന്ന വീഡിയോകളൊന്നും എൻ്റെ വീട്ടിലുള്ള കുക്കിംഗ് അല്ല, മനസ്സിലായോ? എൻ്റെ വീട്ടിലെ കുക്കിംഗ് അല്ല, ഞാൻ വീട്ടുജോലിക്ക് നിൽക്കുന്നതാണ്. ഞാൻ വീട്ടുജോലിക്ക് നിന്നിട്ട് ഞാൻ അവിടെ കുക്ക് ചെയ്യുന്നതാണ് ഞാനിതെല്ലാം കാണിക്കുന്നത്. അതാണ് ഈ പല അടുക്കള കാണിക്കുന്നത് കേട്ടോ, പല അടുക്കള. നേരത്തെ കാണിച്ച അടുക്കളയല്ല ഇത്, കിച്ചൺ അല്ല ഇത്, മനസ്സിലായോ? ചട്ടികളും പാത്രങ്ങളായിട്ടൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങൾ ഓഫീസ് മുഖാന്തരമായിട്ടാണ് ജോലിക്ക് പോകുന്നത്, വീട്ടുജോലിക്ക്, അമ്മമാരെ നോക്കാനും അടുക്കള ജോലിക്കും പിന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും. അത് കുക്കിങ് എല്ലാമില്ല, അമ്മയെ നോക്കുന്ന പണിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പിന്നെ നമ്മൾ അത്യാവശ്യം നമ്മളെ കൊണ്ട് ചെയ്യുന്നതൊക്കെ ചെയ്യും, പറയുന്നതൊക്കെ നമ്മൾ അത്യാവശ്യം ചെയ്യും. അങ്ങനെ ചെയ്യണമെന്ന് നിയമമൊന്നുമില്ല, പക്ഷെ നമ്മൾ മനുഷ്യരല്ലേ, ഇതൊക്കെ വേണമല്ലോ, അതനുസരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിലും എൻ്റെ അടുക്കളയും എൻ്റെ ഒന്നുമല്ല. എൻ്റെ വീടൊക്കെ ചെറിയ അടുക്കളയാണ്, ചെറിയ വീടാണ്. എൻ്റെ വീടൊക്കെ കണ്ടാൽ നിങ്ങൾ അതിശയിച്ച് പോയി, ഇതാണോ വസന്തയുടെ വീടെന്നൊക്കെ വിചാരിക്കും. മനുഷ്യരല്ലേ, എല്ലാവർക്കും ഒരുപോലത്തെ ഒന്നും അല്ലല്ലോ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പണക്കാരിയാണ്, കാശുകാരിയാണ്, ഇതാന്ന് വെച്ചിട്ട് എനിക്ക് ലൈക്ക് ചെയ്യാതിരിക്കരുത്. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം സഹോദരങ്ങളെ. എല്ലാം പറയാൻ കൂടി എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, മറക്കരുത്. സങ്കടമുണ്ട്. അപ്പോൾ എന്തെന്ന് പറഞ്ഞാലേ, ഞാൻ ഈ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും ഞാൻ ഈ മെസ്സേജൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റും. ഒരിക്കൽ ഇതുപോലെ ഞാൻ മറ്റേ പോസ്റ്റൊക്കെ എടുത്ത് അതിനകത്ത് ഇടുമായിരുന്നു. ഫേസ്ബുക്കിനകത്തൊക്കെ പോസ്റ്റൊക്കെ എടുത്തിട്ട് വരുന്നു, ആരെങ്കിലും ഇട്ട പോസ്റ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് ഞാൻ ഇടുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വീഡിയോയിൽ അങ്ങനെ യൂട്യൂബിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും ചെയ്യണ വീഡിയോ എടുത്ത് നമ്മൾ ഇടരുത്. നമ്മൾ എന്ത് ചെയ്യുന്നോ, നമ്മെക്കൊണ്ട് കഴിയുന്നത് എന്തായാലും, നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമായാലും സ്വന്തമായി ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ ഇടണം, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ആരുടെയും ഒരു വീഡിയോ എടുത്തിടില്ല. ഞാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ഓരോ വീഡിയോകളാണ് ഞാൻ ഇടുന്നത്. പാട്ടാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ടും പാടുന്നതാണ്. പിന്നെ യൂട്യൂബിൽ നിന്നൊക്കെ പാട്ടെടുത്തിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് എനിക്ക് കളിക്കാനോ പാടാനോ ഒന്നും എനിക്കറിയില്ല. പിന്നെ ഒരു പാട്ട് എനിക്ക് പാടണമെന്ന് കിട്ടി, നല്ലൊരു പാട്ട് കാണുകയാണെങ്കിൽ ഞാൻ ആ നിമിഷം തന്നെ ഞാൻ ആ പാട്ട് 1-2 വരി എഴുതിയെടുത്തിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനതങ്ങോട്ട് പാടും. എന്നിട്ടാണ് ഞാനിതുപോലെയൊക്കെ ഓരോന്നും കാണിക്കുന്നത്. പിന്നെ ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും കൊണ്ടൊക്കെ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട് പറയിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു പാട്ട് വെച്ചിട്ടൊക്കെ ഓരോന്നൊക്കെ കാണിക്കാം കേട്ടോ. അതുകൊണ്ട് ഞാനിടുന്ന വീഡിയോയ്ക്കൊന്നും എനിക്ക് ലൈക്ക് ചെയ്യാതിരിക്കരുത്, എന്നെ ആരും മറക്കരുത്. ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ലൈക്ക് ചെയ്യാൻ വീഡിയോ ഒന്നും ഇടാൻ എനിക്ക് പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ടൊന്നും നിങ്ങൾ എന്നെ മറന്നു കളയരുത്.
അങ്ങനെ ഇരിക്കുന്നുണ്ട് സഹോദരങ്ങളെ. പിന്നെ വേറെന്താണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ വേറെന്താ പറയാനാ. എന്നാൽ പിന്നെ ശരി, ടാറ്റാ. എൻ്റെ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ എൻ്റെ അഡ്രസ്സൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. വസന്തേന്ന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും വസന്ത എന്ന പേര് മാത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അഡ്രസ്സോ എൻ്റെ ഫോൺ നമ്പരോ എൻ്റെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചില സംശയങ്ങളുണ്ട്. എല്ലാവരും എന്നോട് പറഞ്ഞ് ചേച്ചി ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ അഡ്രസ്സും പേരും പിന്നെ ഫോൺ നമ്പരും ഒക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ കൊടുക്കണം, എങ്കിലല്ലേ പറ്റുള്ളൂ. പിന്നെ അവർക്കൊക്കെ എങ്ങനെ അറിയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ നീണ്ടു പോവുകയാണ്. ഞാൻ ചുരുക്കി പറയാം. കാരണം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് ആധാറില്ല, ഐഡൻറ്റി കാർഡില്ല, റേഷൻ കാർഡില്ല, ഒരു അഡ്രസ്സും എനിക്കില്ല. ഇല്ലാതെ ഇരിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ 26 വർഷം ഞാൻ കുവൈറ്റിൽ നിന്നെങ്കിൽ ഒരുപാട് ഞാൻ സമ്പാദിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ ഒരു വലിയ കഥയാണ്, പറഞ്ഞാൽ അത് തീരാത്ത കഥയാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് കുവൈറ്റിൽ നിന്നെന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള വലിയ സമ്പാദ്യമൊന്നും എനിക്കില്ല. ഞാനിപ്പോൾ ഇറങ്ങിപ്പോയാലേ എനിക്ക് പറ്റുള്ളൂ. ഇപ്പം ഞാൻ ജോലിക്ക് പോയാലേ എനിക്ക് പറ്റുള്ളൂ. അങ്ങനത്തെ സാഹചര്യങ്ങളാണ്. എനിക്ക് പോകുന്നതിലും എനിക്ക് വലിയ വിഷമവുമില്ല, പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓഫീസ് മുഖാന്തരം ആകുമ്പം നമ്മളിവിടെ ഒരു മാസം നിന്നിട്ട് നമ്മൾ 2 ദിവസത്തെ അവധിക്ക് നമ്മുടെ വീട്ടിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഇവിടെ 2 ദിവസം ആൾ വേണമല്ലോ, ഒരാളെ കൊടുക്കും. ഒരാളെ ഇവിടെ നിർത്തുമ്പോൾ അവർ പിന്നെ 1 മാസമോ 15 ദിവസമോ നിന്നിട്ടേ അവർ പോകും. അപ്പോഴും നമ്മൾ 2 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ കഴിഞ്ഞ് നമ്മൾ അവധി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളെ വേറൊരു വീട്ടിലോട്ടാക്കും. അങ്ങനെയാണ് ഈ വീടുകൾ മാറിക്കൊണ്ട് പോകുന്നുള്ളത്. നമ്മുടെ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഓഫീസ് അങ്ങനെ മാറ്റി നിർത്തുന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ അവധിക്ക് പോകുമ്പോൾ നമ്മളൊരു അമ്മയെ നോക്കാൻ നിന്നാലും ഒരു വീട്ടിൽ ജോലിക്ക് നിന്നാലും അവർക്ക് ആൾ വേണമല്ലോ എപ്പോഴും. അപ്പം നമ്മൾ വേറൊരാളെ നമ്മളെ ഓഫീസിൽ നിന്ന് കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ വീട് മാറിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അവധിക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാൻ നിന്ന വീട്ടിലായിരിക്കും പോകുന്നത്, ചിലപ്പോൾ വേറെ വീട്ടിലോട്ടായിരിക്കും പോകുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഡ്രസ്സുകളൊന്നും ഞാനിതിൽ ചെയ്തിട്ടില്ല. ഞാൻ ആധാറിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആധാറിനല്ല, ആദ്യം ഐഡൻറ്റി കാർഡ് വേണമെന്ന് പറഞ്ഞു. ഐഡൻറ്റി കാർഡിന് കൊടുത്തിരിക്കുന്നു, അത് കിട്ടിയിട്ടില്ല. അതിന് ഐഡൻറ്റി കാർഡ് കിട്ടിയിട്ടേ ആധാർ എടുക്കാൻ പറ്റുള്ളൂ. ആധാർ കിട്ടിയിട്ടേ റേഷൻ കാർഡ് എടുക്കാൻ പറ്റുള്ളൂ. റേഷൻ കാർഡ് ഒരു സമയത്ത് എനിക്ക് എൻ്റെ വേറൊരു വീട്ടിൽ വെച്ചിട്ട് ഒരു പെട്ടിയിൽ വെച്ചിരുന്നു. അതെങ്ങനെയും മെഴുകുതിരി കത്തിച്ച് വെച്ച്, കറണ്ട് പോയപ്പോൾ മെഴുകുതിരി കത്തിച്ച് വെച്ചിരുന്നിട്ട് ആ മെഴുകുതിരി ഉരുവി ആ പ്ലാസ്റ്റിക് പെട്ടിക്കകത്ത് വീണ് അതങ്ങനെ കരിഞ്ഞു കാർഡ് പോയി. പിന്നെ നമുക്കത് നഷ്ടപ്പെട്ടിട്ട് എടുക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. പല തവണയും പോയിട്ടുണ്ട്, പക്ഷേ അത് പറ്റിയില്ല. അങ്ങനെ പോയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രത്യേകിച്ചൊരു അഡ്രസ്സൊന്നുമില്ല സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒപ്പിച്ചിട്ട് ഞാൻ എൻ്റെ അഡ്രസ്സും എൻ്റെ ഫോൺ നമ്പരൊക്കെ ഞാൻ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും കൊടുക്കാം. എന്നെ ആരും മറന്നിട്ട് പോവല്ല്. എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വേണ്ടുന്ന പോലെ ചെയ്തോളെ. പിന്നെ ശരി എന്നാൽ ടാറ്റാ സഹോദരങ്ങളെ, എന്നെ മറക്കരുതാരും. ടാറ്റാ.